ഇപ്പൊ ഞങ്ങളിതാ മുല്ലയാങ്കേരി പീക്കിന്റെ അവിടെയാണ്. ഇവിടുന്ന് ഇനി ട്രക്ക് ചെയ്ത് വേണം അങ്ങോട്ട് പീക്കിനായിട്ട് പോവാന്. ഇപ്പൊ 5:30 ക്ലോസ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഏകദേശം 5:15 നടന്നിട്ടില്ലോ നടന്നു. അവിടെ നിൽക്കാം. അപ്പൊ അവിടെ നിർത്തലോ ഇര കുട്ടിയല്ലേ എന്താണെന്നില്ല ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ പീക്കുന്നത് ഈ കാണുന്ന കേട്ടോ മുല്ലയാങ്കേരി പീക്കുകളുടെ സ്റ്റെപ്പ് 460 സ്റ്റെപ്പ് ഉണ്ടെന്നാ പറഞ്ഞത്. അങ്ങോട്ട് മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. 5:30 മണി വരെയാണ് ടൈം ഉള്ളത് പറഞ്ഞത്. ഞങ്ങളിപ്പോ ഏകദേശം 5:15 എത്രയും പെട്ടെന്ന് മുന്നോട്ട് കയറട്ടെ. പിന്നെ ഷെയറിങ്ങിൽ വരികയാണെങ്കിൽ 20 റുപ്യ ഒരാൾക്കുള്ളൂ. അതെല്ലാം ഒരു ജീപ്പ് എടുത്ത് വരികയാണെങ്കിൽ 200 റുപ്യ കേട്ടാ. 3 കിലോമീറ്റർ ഉള്ളൂ. ഒരുപാട് സ്റ്റെപ്പ് കയറാണ്ടിട്ടാ. പിന്നെ നാം അത്രയും താഴെ നേരത്താണ് നമ്മൾ കയറി വന്നത്. ഇനി ഒരുപാട് സ്റ്റെപ്പുകൾ കയറുന്നുണ്ട്. ഇപ്പൊ ഏകദേശം 50 സ്റ്റെപ്പ് ആയിട്ടുള്ളൂ. ഞങ്ങള് വന്ന ജീപ്പ് ഉണ്ടല്ലോ അവന്റെ ഒരു ഡ്രൈവിംഗ് അപാരായിട്ടാ. ശരിക്ക് പേടിച്ചു പോയി. അത്രക്കും ഡേഞ്ചർ ഡ്രൈവിംഗ് ആയിരുന്നു. എന്തായാലും തിരിച്ചു പോകുമ്പോ ആ വണ്ടിയിൽ എന്തായാലും പോണില്ല. അയ്യോ കിതച്ചു തുടങ്ങിട്ടാ. ടയർഡാണ്. എല്ലാരും ഇതാ നിന്നിട്ടാണ് നടക്കണേട്ടാ. നല്ല സ്റ്റെപ്പ് കയറാണ്ട്. ചെറിയ കുട്ടികളൊക്കെ ഭയങ്കര സ്പീഡിൽ സ്റ്റെപ്പ് കയറി പോകണ്ടിട്ടാ. അങ്ങനെ സ്റ്റെപ്പ് കയറി കതിച്ചതാ. കുറച്ചേരം അവിടെ ഇരിക്കട്ടെ ചേട്ടാ. ഇതിന് സ്റ്റെപ്പ് കയറാം. എന്തായാലും ഉച്ച ഭക്ഷണം കഴിക്കാത്തവരാട്ടാ. ഇവിടെ നല്ല റെസ്റ്റോറന്റ് കിട്ടിയില്ല. അതുകൊണ്ടാണ് വെറും കരിമ്പ് ജ്യൂസും ചായ വെള്ളം മാത്രമാണ് ഇന്നത്തെ എനർജിട്ടാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഇതാ ഏറ്റവും മുകളിലെത്തിരിക്കുകയാണ്. ഇവിടുന്ന് കാണുന്ന വ്യൂ പോയിന്റ് ആട്ടോ ഈ കാണുന്നത്. ഇവിടെ ഒരുപാട് ലേക്ക് ഉണ്ട്. 1, 2, 3, 4, 5 ഒരുപാടുണ്ട്. എണ്ണാൻ പറ്റില്ല. ചെറുത് വലുതുമായിട്ട് ഒരുപാട് ഇട്ടാ. അവിടെ നമ്മള് വലിയൊരു ലേക്കിന് അവിടെ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഭാഗത്തായിട്ടാണ് അത് വരുന്നത്. ഇപ്പൊ ഞങ്ങളുടെ മുകളിലെത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. ഇതിന് മുകളിലായിട്ട് ഒരു ടെമ്പിൾ ഉണ്ട്. അതിന് മുകളിൽ ഞങ്ങൾ കയറിയിട്ടില്ല. അവിടെയാണ്. അപ്പൊ അത് ചെരുപ്പിട്ടൊന്നും കയറാൻ പറ്റില്ല. അടിപൊളി വ്യൂ പോയിന്റ് ആട്ടാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ സൺസെറ്റ് ഇങ്ങ് കാണിച്ചു തരാം. അങ്ങനെ ഇവിടെ കർണാടകയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു മലയാള ബോർഡും ഇംഗ്ലീഷ് ബോർഡൊക്കെ കാണുന്നത്. എല്ലായിടത്തും കടയിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഞങ്ങൾ മുകളിൽ ആ ടെമ്പിളിന്റെ മുകളിലോട്ട് കയറി വെക്കട്ടെ. സ്റ്റെപ്പ് കയറിയിട്ട് അങ്ങനെ ഞങ്ങൾ ഇതാ ഇവിടെ ഒരു കോവിലുണ്ടെന്നല്ലോ. അപ്പൊ അങ്ങോട്ട് ഞങ്ങൾ കയറിയാണ്. ചെയ്ത മുന്നോട്ട് നടക്കുന്നുണ്ട്. സ്റ്റെപ്പ് കയറി വേണം കയറാൻ. ചെരുപ്പിടാൻ പറ്റില്ല. ഞങ്ങൾ ഷൂ ഇട്ടിട്ട് സോക്സ് ഇട്ടിട്ടാണ് കയറുന്നത്. ഇവിടത്തെ നിറച്ച് മണ്ണട്ടാ. സോക്സ് ഇട്ട് ഇറങ്ങണോ ഇറങ്ങണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ഇവിടെ ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സീ ലെവലിന് എത്ര ഹൈറ്റ് ആണെന്നൊക്കെ ഉള്ളത്. പിന്നെ ഈ പീക്കിന്റെ ഹൈറ്റ് വരുന്നത് സീ ലെവലിന് 6300 ഫീറ്റ് ഉയരാണെന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇവിടെ സെക്യൂരിറ്റി പറഞ്ഞത് മുകളിൽ കയറി ഇവിടെ ഫോട്ടോ എടുക്കണമെന്നും അലൗട്ട് ഇല്ല എന്നാ പറഞ്ഞത്. താഴെ കൂടെ ഫോട്ടോ എടുക്കാം. ഞാൻ ഇതിന്റെ മുകളിൽ കൂടെ കയറി നടക്കുകയാണ്. അങ്ങനെ കോവിലിന്റെ മുകളിൽ കയറിയതിന് ശേഷം ഇത് നമുക്ക് ചുറ്റും കോവിൽ ഇങ്ങനെ റൗണ്ട് അടിച്ച് കാണാൻ പറ്റും. അപ്പൊ ഞാൻ മതിന്റെ അടുത്ത് പോയിട്ട് താഴേക്കുള്ള വ്യൂ കാണിച്ചു തരാം. ഈ കാണുന്ന ആട്ട വ്യൂ ഇതിന് മുകളിൽ നിന്ന് കാണാൻ അതിമനോഹരമായിട്ടാണ്. ഏകദേശം സൺസെറ്റ് ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളറിൽ നിൽക്കുന്നത്. നല്ല ഓറഞ്ച് കളറില്. ഞങ്ങൾ കോവിലത്തിലൊന്ന് റൗണ്ട് അടിക്കുകയാണ്. അപ്പൊ കാണുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങോട്ട് എങ്ങനെ എത്തിച്ചതെന്ന് ആർക്കും അറിയില്ല കേട്ടോ. ഞങ്ങൾ സ്റ്റെപ്പ് കയറിയതിനെ കഷ്ടപ്പെട്ടിട്ടാണ്.
ബാക്കിൽ കാണുന്നതാണ് ടെമ്പിള്. അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ലെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാഞ്ഞത്. ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാട്ടാ. എന്താണ് കോവിലിൽ നിന്നും താഴേക്ക് ഇറങ്ങുമ്പോൾ കാണാൻ പറ്റുന്നത് അതിമനോഹരമായ ഒരു സൺസെറ്റ് കാണാൻ പറ്റും. അതുകൂടാതെ നല്ല വ്യൂ ആട്ടാം. അങ്ങകലായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം. ഞങ്ങളിതാ ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് ഇറങ്ങാണ്. ഞങ്ങളിതാ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇതാ താഴെ എത്തിയിട്ടുണ്ട് ഏകദേശം. അപ്പൊ അത്രയും മുകളിൽ നിന്നാട്ടോ വന്നത്. ബാക്കിൽ കാണുന്നത് ഈ സ്റ്റെപ്പൊക്കെ ഏകദേശം താഴെ എത്തിക്കണ്. കാണുന്ന കേട്ടോ നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. ഈ കാണുന്ന ജീപ്പിൽ കയറിയിട്ട് വേണം ഇനി ഞങ്ങൾ വന്ന പോയിന്റിൽ എത്താൻ. ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ഷോപ്പുകളും ചെറിയ ചെറിയ ഷോപ്പുകളായിട്ടുണ്ട്. ഇവിടെ കൂടുതലും ബ്രെഡ് ഓംലേറ്റ്, മാഗി അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ഈ കാണുന്നതാണ്. പിന്നെ മറ്റുള്ളവർ താഴെത്തി കഴിഞ്ഞാൽ ഈ കാണുന്ന ജീപ്പിൽ വേണം പോവാന്. रफ ड्राइविंग पता नहीं क्या क्या छोटा दे पूरा बुढ़ा वो ही नहीं हो गया मर गया छोटो और रफ ड्राइविंग पूरा डर गया. पीछे एक गाड़ी आ रहा था. ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ വന്നിരിക്കണേ. ഈ ജീപ്പിലാണ് ഞങ്ങൾ വന്നത്. ഇനി ഞങ്ങളിതാ ഞങ്ങളെ വണ്ടിന്റെ അടുത്ത് തന്നെ പോട്ടെ. ഇനി ഇവിടുന്ന് ഇരുടായിക്കണേ ഏകദേശം. ഇനി എത്രയും പെട്ടെന്ന് ചിക്കമംഗളൂർ ടൗണിലെത്തണം. എന്നിട്ട് വേണം എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.